ഹലോ, എൻ്റെ പേര് അൻസി എന്നാണ്. ഞാൻ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്നാണ്. നമ്മൾ ഒരു 7 വർഷത്തോളമായിട്ട് ഉമ്മച്ചീസ് നാച്ചുറൽ കെയർ എന്ന ഒരു ബ്രാൻഡിൽ ഹെർബൽ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കാറ്റഗറീസ് വരുന്നത് നമ്മൾ ബേബി കെയർ, സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ ഒരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സോപ്സും ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ആ ഒരു ബ്രാൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത ഒരാളാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഞാൻ റേഡിയോഗ്രാഫറാണ്. അപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ തന്നെയായിരുന്നു. പിന്നെ റേഡിയോഗ്രാഫർ ആ ഒരു ഫീൽഡ് വിട്ടിട്ട് പിന്നെ ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തു. അതും കുറച്ച് നാൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഉമ്മച്ചീസ് എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഉമ്മച്ചി വീട്ടിൽ തന്നെ നമുക്ക് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഹെയർ ഓയിലാണ് ശരിക്കും നമ്മളുടെ ബ്രാൻഡിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഉമ്മച്ചി നോർമലി നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓയിലായിരുന്നു. അങ്ങനെ നമുക്ക് ആ ഒരു കൂടുതലായിട്ടുള്ള ആവശ്യക്കാർ വന്നപ്പോൾ ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു രീതിയിൽ ഞാനും കൂടി ഇതിലേക്ക് ചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി വൈഡാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോസ്മെറ്റോളജി ചെയ്തു, സ്കിൻ കെയർ കോഴ്സസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്ട്സ് ആഡ് ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ക്രീംസ് ഉണ്ട്, ലോഷൻസ് ഉണ്ട്, ജെൽസ് ഉണ്ട്, പിന്നെ ബേബി ഫുഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേബീസിൻ്റെ ഒരു സെക്ഷൻ നമുക്കങ്ങനെ ലോഞ്ച് ചെയ്യാൻ പറ്റി. അതിൽ ബേബീസിൻ്റെ നമ്മൾ കൺമഷി, അതുപോലെ തന്നെ കണ്ണങ്കായ പൊടി ഒക്കെ ന്യൂ ബോൺ ബേബീസിന് കൊടുക്കുന്ന അത്രയും പ്യുവറായിട്ടുള്ള ഒരു ഫോമിൽ തന്നെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. സ്ട്രഗിൾസ് നമുക്ക് തുടക്കത്തിലൊന്നും വലിയ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയാസ് ത്രൂ ആണ് ബിസിനസ് റൺ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒക്കെ വളരെ നല്ല രീതിയിൽ പോയി. പിന്നെ കൂടുതലായിട്ട് നമ്മളൊരു ഷോപ്പുകളിലേക്കൊക്കെ ഒരു എൻട്രി നോക്കിയ സമയത്താണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. സ്ത്രീയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നമുക്കിത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു തോട്ട് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത്, നമ്മൾ തന്നെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മെയിനായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ BA കൗണ്ടേഴ്സ് ചെയ്തു. വിത്ത് സ്റ്റാഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് ഏതൊക്കെ വഴിക്ക് നമുക്ക് പോകാൻ പറ്റും നമ്മൾ കൂടുതൽ ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉമ്മച്ചീസിൽ നമുക്കിപ്പോൾ ഒരു 40ഓളം പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും കംപ്ലീറ്റ്ലി ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ റോ മെറ്റീരിയൽസൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. കറ്റാർവാഴ, തുളസി പോലെയുള്ള എല്ലാ ഹെർബ്സും നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ കുടുംബശ്രീ ആയിട്ട് കണക്റ്റായി ചേച്ചിമാരും നമ്മൾക്ക് കൃഷി ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള പച്ചമരുന്നുകളും റോ മെറ്റീരിയൽസും നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത്രയും ഫ്രഷായിട്ട് അത്രയും ഗുണമുള്ള റോ മെറ്റീരിയൽസ് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് ഇത്രയും ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പ്രൊഡക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ചെയ്യുന്നത്. അപ്പോഴും ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഒരേപോലെ തന്നെ അതിൻ്റെ ഗുണത്തിൽ ഒരു വ്യത്യാസം വരാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ക്വാളിറ്റിയിൽ തന്നെ നമ്മൾക്ക് ആ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. ഉമ്മച്ചീസിലെ ഹെയർ കെയർ പ്രൊഡക്ട്സുകളിൽ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റാണ് നമ്മളുടെ ഹെയർ കെയർ ഓയിൽ. ഇത് നമ്മൾ ഇപ്പോഴും ട്രഡീഷണലി എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തിരുന്നത് ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഹെയർ കെയർ ഓയിലും ആൻറ്റി ഡാൻഡ്രഫ് ഓയിലും രണ്ടായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളതും ഏറ്റവും കൂടുതൽ
ആൾക്കാർ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളതും നമ്മളുടെ ഹെയർ കെയർ ഓയിലിന് തന്നെയാണ്. നമ്മളുടെ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് നമ്മളുടെ ഹെയർ ഓയിലിൻ്റെത്. ഉമ്മച്ചീസിൽ നമ്മളുടെ ഷാംപൂ വരുന്നത് അലോവേര ഹിബിസ്കസ് ഷാംപൂ ആണ്. ഇതിൽ നമ്മൾ അലോവേരയും ചെമ്പരത്തി പൂവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഷാംപൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാംപൂ കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷാംപൂവും കണ്ടീഷനിങ് എഫക്റ്റ് തന്നെ ഇതിൽ തന്നെ ഉള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് കംപ്ലീറ്റ്ലി ഹെർബലായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹെയർ ജെല്ലായിട്ട് യൂസ് ചെയ്യാനായിട്ട് കെമിക്കൽസ് ഇല്ലാത്ത, അതുപോലെ തന്നെ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജെല്ല് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ നമ്മൾക്ക് വരുന്നത് ക്രീംസും ജെൽസും ആണ്. അതിൽ നമുക്ക് മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളുടെ കുങ്കുമാതി ക്രീമാണ്. അതിൻ്റെ തന്നെ നമ്മൾക്ക് സാഫ്രോണിൻ്റെ ജെല്ലും വരുന്നുണ്ട്. അപ്പോൾ നോർമൽ സ്കിൻ ടൈപ്സിന് ക്രീമും ഓയിലി സ്കിൻ ടൈപ്സിന് നമ്മൾ ജെൽസും ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് അണ്ടർ ഐ ക്രീമാണ്. അത് കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നിറം നമ്മൾക്ക് ഒരു 1 മന്തൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ, കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നമ്മൾക്ക് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്നി ഓയിലി ആവുക അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുക അങ്ങനത്തെ ഇഷ്യൂസൊന്നും ക്രീംസിന് ഉണ്ടാവില്ല. പിന്നെ വരുന്ന ഫേസ് ടോണറാണ്. ഇത് നമുക്ക് റോസിലും വരുന്നുണ്ട്, കുക്കുംബറിലും വരുന്നുണ്ട്. 2 ടോണറും നമ്മൾക്ക് ഓപ്പൺ പോർസിനാണ് കൂടുതലായിട്ട് ടോണർ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുക. ഡെയിലി ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സ്കിൻ കെയർ ഓയിലുണ്ട്. ഇത് നമുക്ക് ഫേസ് ആൻഡ് ബോഡി യൂസ് ചെയ്യാൻ പറ്റും. കുളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ നമ്മൾക്ക് ഫേസിൽ മാത്രമായിട്ടും സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾക്ക് ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിനും ആ ഒരു ബ്ലെമിഷസോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഉമ്മച്ചീസിൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ നമ്മൾക്ക് 3 ഫേസ് പാക്കാണുള്ളത്. ഒന്ന് സാൻഡൽ വുഡിൻ്റെ ഫേസ് പാക്കാണ്. രണ്ടാമത്തെ നമ്മൾക്കുള്ളത് പപ്പായയുടെ ഫേസ് പാക്കാണ്. പിന്നെ നമ്മൾക്കുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൻ റിവൈറ്റലൈസിങ് ഫേസ് മാസ്ക് ആണ്. ഇത് നമ്മൾക്ക് പേസ്റ്റ് ടൈപ്പാണ് വരുന്നത്. ഡയറക്റ്റ് നമ്മൾക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്യാം. ബാക്കി 2ഉം നമ്മൾക്ക് പൗഡർ ഫോമിലാണ് വരുന്നത്. നമ്മൾക്ക് റോസ് വാട്ടറിൽ അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എല്ലാ ഫേസ് പാക്കും തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് തരുന്ന രീതിയിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നുള്ള ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് സ്കിന്നിന് കിട്ടുന്നതാണ്. ഹെർബൽ പൗഡേഴ്സിൽ നമുക്ക് വരുന്ന ഹെന്ന പൗഡർ വരുന്നുണ്ട്, ഇൻഡിഗോ പൗഡർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഹിബിസ്കസ് പൗഡറാണ്, ചെമ്പരത്തി താളി. ഇത് നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ഇലയും പൂവും ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ വരുന്ന ഓറഞ്ച് പീൽ പൗഡറാണ്. ഇതും നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഇൻഹൗസ് തന്നെ നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മളുടെ അടുത്തുള്ളത് ബീട്രൂട്ട് പൗഡറാണ്. ബീട്രൂട്ട് പൗഡർ സ്കിന്നിലും യൂസ് ചെയ്യാം, നമ്മൾക്ക് ഹെന്നയിൽ മിക്സ് ചെയ്തിട്ട് ഹെയറിലും യൂസ് ചെയ്യാം. ഹെയർ കളറിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ബീട്രൂട്ട് പൗഡർ. ലിപ് കെയറിൽ നമുക്ക് വരുന്ന 2 പ്രൊഡക്റ്റാണ് ലിപ് സ്ക്രബും ലിപ് ബാമും. 2ൻ്റെയും ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ബേസ് ചെയ്തിട്ടാണ് 2 പ്രൊഡക്റ്റും ചെയ്തിരിക്കുന്നത്. ലിപ് സ്ക്രബ് യൂസ് ചെയ്യുന്നത് ലിപ്പിലെ ഡെഡ് സ്കിൽസ് റിമൂവ് ചെയ്ത് ലിപ്പ് ഒന്ന് സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കാൻ വേണ്ടിയിട്ടാണ്. ലിപ് ബാം നമ്മൾക്ക് ലിപ്പ് ഒന്ന് സ്മൂത്ത് ആവാനും സപ്പിൾ ആവാനും ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാനും കംപ്ലീറ്റ്ലി ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. ഹെർബൽ ഫേസ് വാഷിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് വരുന്നത് പപ്പായ ഫേസ് വാഷും ലെമൺ ഫേസ് വാഷാണ്. പപ്പായ ഫേസ് വാഷ് കോമൺലി നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്നുള്ള ഒരു സ്കിന്നിനുള്ള ബ്രൈറ്റനിങ് ഒക്കെ കിട്ടാനായിട്ട് ഡെയിലി നമ്മളുടെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതിയാവും. ലെമൺ ആൻഡ് ഓറഞ്ച് ആണ് ലെമൺ ഫേസ് വാഷിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത് മെയിൻലി ആക്നെ പ്രോൺഡ് സ്കിന്നിന് അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിന്നിനാണെങ്കിൽ ലെമണിൻ്റെ ഫേസ് വാഷ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിമ്പിൾ പ്രോൺ സ്കിൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഈ 2 ഫേസ് വാഷുകളാണ് ഹെർബൽ കാറ്റഗറിയിൽ നമ്മളുടെ അടുത്ത് ഫേസ് വാഷ് ഉള്ളത്. ഉമ്മച്ചീസിൻ്റെ സ്കിൻ കെയർ റേഞ്ചിൽ നമ്മളുടെ
ജെൽസിൻ്റെ സെക്ഷനാണ് പറയുന്നത്. ഇതിൽ നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ സ്ക്രബ് ജെല്ല്. ഇതിൽ നമ്മൾ അലോവേര ജെല്ലിൻ്റെ കൂടെ തന്നെ സ്ക്രബിങ് ഏജൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഫേസിൽ സ്ക്രബിന് തന്നെയാണ് യൂസ് ചെയ്യുക. നമ്മൾക്ക് അലോവേര ജെല്ലിൻ്റെ ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കിട്ടും, സ്ക്രബിങ് എഫക്റ്റും കിട്ടും. രണ്ടും കൂടി ബെനിഫിറ്റ് വരുന്ന ഒരു ഫോർമുലേഷനാണ് ഇതിൻ്റെ. പിന്നെ നമ്മൾക്ക് വരുന്നത് ഹണി ജെല്ലാണ്. ഹണി ജെല്ല് മെയിൻലി യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ ആണ്. വെയിൽ കൊണ്ടിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, ടാൻ എല്ലാം റിമൂവ് ചെയ്യാനാണ് നമ്മൾക്ക് ഹണി ജെല്ല് യൂസ് ചെയ്യുന്നത്. സാഫ്രോൺ ജെൽ വിത്ത് മഞ്ചിഷ്ട, ഇത് നമ്മൾ ഫേസിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ, പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് മാറാൻ ഒക്കെ നമ്മൾക്ക് സാഫ്രോൺ മഞ്ചിഷ്ട ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഹെയറിലേക്കുള്ള ഒരു ജെല്ലാണ് ഹിബിസ്കസ് ജെല്ല്. ഇത് ചെമ്പരത്തി പൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് സ്കാൽപ്പിൽ നറിഷ് ചെയ്യാനായിട്ടും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഹിബിസ്കസ് ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മോയ്സ്ചറൈസറായിട്ട് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റിയ 2 പ്രൊഡക്ട്സാണ് കുക്കുംബർ ജെല്ലും അലോവേര ജെല്ലും. ഇതിൽ അലോവേര ജെല്ല് നമ്മൾക്ക് ഹെയർ ജെല്ലായിട്ടും യൂസ് ചെയ്യാം, സ്കിന്നിൽ മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം. 2 പർപ്പസാണ് നമ്മുടെ ഈ ജെല്ലിനുള്ളത്. കുക്കുംബർ ജെല്ല് നമ്മൾക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് ആൻഡ് ഒരു കൂളിംഗ് എഫക്റ്റാണ് സ്കിന്നിന് തരിക. ഇങ്ങനെ നമ്മൾക്കൊരു 7 ജെല്ലാണ് നമ്മൾക്കുള്ളത്. മച്ചീസിൻ്റെ സോപ്സിൻ്റെ കാറ്റഗറിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ നമ്മൾക്ക് ഗ്ലിസറിൻ സോപ്സിലുള്ളത് കുങ്കുമാതി സോപ്പും ടെർമറിക് സോപ്പുമാണ്. ഇത് ഡ്രൈ സ്കിന്നിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സോപ്പാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഗ്ലിസറിൻ കണ്ടൻറ്റ് നന്നായിട്ടുള്ള 2 സോപ്സാണിത്. ഇത് കൂടാതെ നമ്മൾക്ക് ഫേസ് കെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ സോപ്സാണ് ക്യാരറ്റ് സോപ്പും പിന്നെ മുൾത്താനി മിട്ടി സോപ്പും. മുൾത്താനി മിട്ടി സോപ്പ് നമ്മൾക്ക് ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കാണ് ഡെയിലി ബേസിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് മുൾത്താനി മിട്ടി സോപ്പും ക്യാരറ്റ് സോപ്പും യൂസ് ചെയ്യാം. ക്യാരറ്റ് സോപ്പ് നമ്മൾക്ക് ഒരു ഫേസ് പാക്കിൻ്റെ ഒരു എഫക്റ്റും കൂടിയാണ്. അതായത് ക്യാരറ്റിൻ്റെ പൗഡർ, ബീട്രൂട്ടിൻ്റെ പൗഡർ, മഞ്ചിഷ്ട പൗഡറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി ബേസിൽ നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മളുടെ ഫേസിന് എന്ത് എഫക്റ്റാണോ കിട്ടുന്നത് ആ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക. പിന്നെ നമ്മളുടെ ഏറ്റവും മെയിനായിട്ടുള്ള സോപ്സിൽ ഒന്നാണ് നമ്മളുടെ ലൂഫ സോപ്പ്. ഇത് നമ്മൾ പീച്ചിങ്ങ ഇൻബിൽറ്റ് ചെയ്തിട്ട് സോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ നമ്മൾക്ക് കുളിക്കാനായിട്ട് വേറെ ലൂഫയുടെ ആവശ്യമില്ല, സോപ്പിൽ തന്നെ ലൂഫ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഒരു സൈഡിൽ ഇങ്ങനെ ലൂഫ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് എക്സ്ട്രാ ലൂഫ ഇല്ലാണ്ട് നമ്മൾക്ക് ഒരു ബാത്തിങ് കേക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മച്ചീസിൻ്റെ ബേബി കെയർ റേഞ്ചിലുള്ള പ്രൊഡക്ട്സാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നമ്മൾക്ക് വെന്ത വെളിച്ചെണ്ണ വരുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇത് കൂടാതെ ബേബി മസാജ് ഓയിൽ വരുന്നുണ്ട്. ചെറിയ ന്യൂ ബോൺസിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ബേബി ഫുഡ്സിൽ വരുന്നത് കണ്ണങ്കായ പൗഡറും പിന്നെ റാഗി പൗഡറുമാണ്. റാഗി പൗഡർ നമ്മൾ സ്പ്രൗട്ട് ചെയ്തിട്ടാണ്, റാഗി മുളപ്പിച്ചിട്ട് പിന്നെ ഉണക്കിയിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടിയും പ്രോട്ടീൻസൊക്കെ കൂടുതലായിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ഉള്ളത് ബേബി കാജലാണ്. കാജൽ നമ്മുടെ കംപ്ലീറ്റ്ലി ഹോം മെയ്ഡാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാജൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇത്രയും പ്രൊഡക്ട്സാണ് ബേബീസിനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഉമ്മച്ചീസിൻ്റെ സൺസ്ക്രീൻ കാറ്റഗറിയിൽ വരുന്നത് സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്. ഇതിൽ SPF 40 ആണ് വരുന്നത്. ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഫോർമുലേഷൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതുകൊണ്ടൊരു ഹാംഫുള്ളായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഉമ്മച്ചീസിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്, കുങ്കുമാതി ഓയിൽ. ഇത് നമ്മൾ കുങ്കുമപ്പൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റും കംപ്ലീറ്റ്ലി എടുത്തിട്ട് നമ്മൾ ഓയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ്. സ്കിൻ കെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സ്കിന്നിൽ ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസിനുള്ള ഒരൊറ്റ സൊല്യൂഷനാണ് കുങ്കുമാതി ഓയിൽ. ഉമ്മച്ചീസിന് നമുക്കിപ്പോൾ ഒരു 40ഓളം പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഈ പ്രൊഡക്ട്സ് എല്ലാം
നമ്മളുടെ വെബ്സൈറ്റിലും ആമസോണിലും അവൈലബിൾ ആണ്. ഓൺലൈനുള്ളത് കൂടാതെ നമ്മൾക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു 14 ഹൈപ്പർ മാർക്കറ്റുകളിലും പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് ലിങ്കും കോൺടാക്ട് നമ്പറും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.